walking tall. Some days I സമയം ഒരു got 3 no മണി use ആവാറായിട്ടുണ്ട്. for it all. ഇനിയിപ്പോ അവിടെ എത്തുമ്പോൾ എത്ര മണിയാവുന്നുള്ളത് ആർക്കും അറിയില്ല. ഇത്ര നാളും പാലക്കാട് പോയിട്ട് കവ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താത്ത ആൾക്കാരാണ് കേട്ടോ ഞങ്ങള്. അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് അതിനൊരു സമയം കിട്ടിയത്. 2 ദിവസം മഴ പെയ്ത കാരണം വെള്ളം ഉണ്ടാവുമെന്ന് വിചാരിക്കണം അല്ലേ? ഇല്ലെങ്കിൽ ഇത്തിരി കല്ല് മാത്രം ഉണ്ടായിനെ. പാലക്കാട് എല്ലാ സ്ഥലത്തേക്ക് പോയിട്ടും ഇതുവരെയും കവ മാത്രം പോയിട്ടില്ല അല്ലേ? ഇപ്പൊ കവയിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും 2 ദിവസം മഴ പെയ്ത കാരണം അല്ലേ? മഴ എന്നല്ല, അവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും. ഡാമിന്റെ വേറൊരു ഭാഗമില്ല, അപ്പൊ വെള്ളം എന്തായാലും മലമ്പുഴ ഡാമിന്റെ ഒരു ഭാഗമാണ് ഈ കവ. കുറച്ച് ഉൾപ്രദേശാന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിപ്പോ 3 മണിക്കാണ് ഇറങ്ങണത്. അവിടെ എത്തുമ്പോ എന്തായാലും ഒരു 4:30 ആവുമെന്ന് വിചാരിക്കാം. മഴയില്ലാണ്ടിരുന്നാ മതി. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു. മഴയില്ലാണ്ടിരുന്ന രക്ഷപ്പെട്ടു. അവിടെ എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, എവിടെയും കയറി നിൽക്കാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ നല്ല തെളിഞ്ഞ ആകാശവും നല്ല ക്ലീൻ ആയിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ്. ഹായ്, മല കണ്ട് എന്ത് രസമല്ലേ? ഇനി അവിടെ എത്തുമ്പോ അതാണ് വീഴുമല ചേട്ടാ. ഒടിയൻ സിനിമ ഷൂട്ട് ചെയ്ത വീഴുമലയാണ് ഇപ്പൊ കണ്ടത്. പാലക്കാടിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ട. ഇവിടെ മുക്കൈ ശിവക്ഷേത്രം ഉണ്ട്. അതിനോട് ചേർന്ന ഒരു പാലം. ഈ പാലം ചെന്ന് അവസാനിക്കുന്നത് ഡാമിലേക്ക്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ അല്ലേ? ചുറ്റും മലയാണ്. നമ്മള് മലയുടെ ശരിക്കും അടിവാരത്തെത്തിയ പോലെ ഉണ്ട് കേട്ടാ. ഇതിന്റെ മുകളിൽ ഒരു അമ്പലം ഉണ്ട് തോന്നുട്ടാ. ഇപ്പൊ ചെറിയൊരു മഴ കിട്ടിയത് കൊണ്ട് ചെറിയൊരു ആശ്വാസമുള്ള പോലെയാണ് നിൽക്കുന്നത്. ഇപ്പൊ മലമ്പുഴ കനാൽ പാലാണ് ഇട്ടത്. ഇത് താഴെ കൊടുത്ത് ഡാം പോകുന്നുണ്ട്. സൈഡിൽ ഒരു വ്യൂ ആണ് ഡാമിന്റെ കേട്ടാ. സ്കിപ്പ് ലൈനും ഉണ്ട്, അതുപോലെ തൂക്കുപാലം എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതിന്റെ സൈഡിൽ കൂടിയാണ്. അത് ചിലപ്പോ വെള്ളമായാലും തുറക്കൊടുത്തിട്ടോ. കവയിലേക്കുള്ള തിരക്കാണ്. ട്രിപ്പന്റെ റിസോർട്ടിന് ഒരുപാട് കഥകൾ പറയാണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ അടിച്ചു പൊളിച്ചൊരു റിസോർട്ടായിരുന്നു ട്രിപ്പന്റെ. ഇവിടുന്ന് അങ്ങോട്ട് വന്യജീവി വനമേഖലയാണ് കേട്ടാ. രാത്രി സഞ്ചാരം ഒഴിവാക്കുക. കണ്ട കൊടുങ്കാടാണപ്പോ. നമ്മളിപ്പോ കവ റോഡിലോട്ട് കയറിയിട്ടാ. ഈ ഒരു വഴി ആദ്യമായിട്ടാണ് ലൈഫിൽ വരുന്നത്. ആ ഒരു 4 ജംഗ്ഷനിലേക്കൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇവിടേക്ക് ഇങ്ങോട്ട് കടന്നിട്ടില്ല. ഇവിടെയാണ് രാത്രി യാത്ര ഒഴിവാക്കാൻ പറഞ്ഞത്. പാർക്കല്ല, കൊടുങ്കാട്ടിൽ നിന്ന് നമ്മൾ ആ വെളിച്ചത്തിലോട്ട് കയറിയിരിക്കുകയാണ്. ഒരു സൈഡ് മലമ്പുഴ ഡാം, ഒരു സൈഡ് ഡാമിന്റെ തീരം.
കവ, ഇതാണ് കവ. മഴ പെയ്തെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ വെള്ളമൊന്നുമില്ല. അപ്പം നമ്മൾ വെള്ളമുള്ള ഏരിയയിലോട്ടാണ് കേട്ടോ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമ്പുഴ പാലട്ട. പക്ഷെ ഇതല്ല നമ്മുടെ ഡെസ്റ്റിനി. നേരെ പോട്ടെ. ഇറങ്ങി കുളിക്കാൻ വേണ്ടി ഡ്രസ്സും പാക്ക് ചെയ്തിരിക്കുന്നവൻ. തുള്ളി വെള്ളമില്ല എവിടെ. സുഗുരം നമുക്ക് ഡാമിൽ കുന്തിടാം, അവിടെ നിറയെ വെള്ളം ഉണ്ടാവും. ഇതേതൊക്കെ വഴി, ചിലപ്പോ വീട്ടിൽ കുളിക്കാനുള്ള വഴി. ഭ്രാന്തെടുത്തോണ്ട് രണ്ടോടുണ്ട്. ശരിക്ക് ആ കണ്ട ഏരിയയിലൊക്കെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാം. പക്ഷെ മഴ പെയ്യാത്ത കാരണമാണ് വെള്ളമൊക്കെ വറ്റിപ്പോയി. അപ്പൊ നമ്മള് വെള്ളമുള്ള ഒരു സ്ഥലം ചോദിച്ചറിഞ്ഞു വന്നിരിക്കുകയാണ്. ഇത് ചിലപ്പോ ഗൂഗിളിൽ പോലും ഇല്ലാത്തൊരു സ്ഥലമാവും. ഞങ്ങള് തപ്പിപ്പിടിച്ച് എന്തായാലും വന്നതല്ലേ, വെള്ളത്തേക്ക് ഇറങ്ങാണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടാ. എല്ലാ ആൾക്കാരും നമ്മൾ ഫസ്റ്റ് കണ്ട ആ റോഡിന്റെ ഏരിയയിൽ വണ്ടി നിർത്തി കിടന്ന് തിരിയുണ്ട്. ആർക്കും വെള്ളമില്ലാത്ത കാരണം വിഷമം. പക്ഷെ ഞങ്ങൾ തപ്പിപ്പിടിച്ചു. ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് പിടിച്ചതാ എത്തി ഇവിടെ. ശരിക്കും പറഞ്ഞാൽ മഴക്കാല സമയത്താണ് കവ കാണാൻ ഏറ്റവും ഭംഗി. ഇപ്പോഴും ഭംഗിയുണ്ട്, പക്ഷെ വെള്ളമില്ല. എന്തോ ഒരു ഭംഗിയില്. സൂപ്പർ സ്ഥലം. എന്താ ഒരു ഭംഗി. പോയാ മതി. നമ്മളിപ്പോ നിക്കുന്നത് കവയിലാണ് കേട്ടാ. പാലക്കാടിന്റെ ശരിക്കും സൗന്ദര്യമാണ് ഇത് മൊത്തം. പക്ഷെ വെള്ളം നിറഞ്ഞാലാണ് ഇവിടെ കാണാൻ ഭംഗിയായിരിക്കുക. ഞങ്ങള് ശരിക്കും ഇതിന്റെ വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തിയപ്പോ വെള്ളം ഇല്ലാത്തോണ്ട് വേറൊരാൾക്കാരോട് ചോദിച്ച് എന്നിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പൊ കാറ് അത്ര ദൂരെയിട്ടിരിക്കണം കേട്ടാ. ഇവിടെ ഞങ്ങള് വന്നപ്പോ ഒന്നോ രണ്ടോ കാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം എന്തായാലും അടിപൊളി. ഞങ്ങൾ തിരിച്ചു പോന്നിട്ടായിരുന്നു വെള്ളം ഇല്ലാത്തോണ്ട്. പക്ഷെ ഞങ്ങള് വേറെ ആൾക്കാരോട് രഹസ്യമായി ചോദിച്ചു ഇവിടെ വന്നതാണ്. Working hard, making less. Some days are bad, bad at best. നമ്മള് എന്തോ മൊത്തം മലകളുടെ നടുവിൽ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. ശരിക്കും ചുറ്റും മല. അകലെ കാണുന്ന മലമ്പുഴ ഡാം. I set to thinking I could make something of me, playing every game except the lottery, serving everybody else and told myself I'm free. Misery is a showy state of bad company. അപ്പൊ നമ്മള് കവയിലതാ സൺസെറ്റ് ഉണ്ട് കേട്ടോ. സൺസെറ്റും കണ്ട് തിരിച്ചു പോവാണ്. സംഭവം എന്തായാലും മലകളുടെ ഇടയിലുള്ള ഒരു യാത്ര. ഇത്
മഴ പെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ടൊന്നും ഇറങ്ങില്ല, നടക്കില്ല. അപ്പൊ നമുക്ക് ഈ സമയത്ത് തന്നെ വരില്ല നല്ലത്. കണ്ട സിനിമ നിറയെ വെള്ളാരങ്കല്ലുണ്ട്. നമുക്ക് കവയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് 2-3 വെള്ളാരങ്കല്ല് എടുത്തു പോവാം. നോക്ക്, വെറുതെ ഇല്ല കേട്ടോ, ഡാമിൽ നിറയെ ഫിഷിന്റെ. കല്ലിലേക്ക് എന്താ പണ പോവാം. അവിടെ ഇരിക്കുന്നുണ്ട് 3 വെള്ളം തരാം. ഞങ്ങള് വെള്ളമുള്ള സമയത്ത് വരുന്നതായിരിക്കും. അതുവരെയും ബൈ. അപ്പോൾ കവ കണ്ട് തിരിച്ചു പോകുകയാണ്. ബൈ. സൺസെറ്റ് ആയിട്ടാ. അപ്പൊ ശരിക്കും സൺസെറ്റും കൂടി കണ്ടിട്ട് പോണ്ട. അതാ ഞങ്ങള് സൺസെറ്റും കൂടി കണ്ടിട്ടാണ് കേട്ടാ പോണ്. നോക്ക്, സൂര്യൻ ഇപ്പം മലകളുടെ ഉള്ളിൽ പോയിട്ട് ഒളിക്കും. അടിപൊളിയായിട്ട് മൊത്തം. ചെറുതായിട്ട് നോക്കിയ സൂര്യപ്രകാശം മങ്ങി തുടങ്ങിയപ്പോ ആനയും പോലെ ഇറങ്ങണ സ്ഥലമായോണ്ട് കവയിൽ നിന്ന് അധികം നേരം തിരിഞ്ഞില്ല കേട്ടാ. വേഗം തന്നെ സൺസെറ്റും കണ്ട് മലമ്പുഴ ഡാം ഇറങ്ങി വടക്കഞ്ചേരി എത്തി.